Hello everybody and welcome back. നമ്മൾ CUET PG 2024 ലൈഫ് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement is true for X-linked recessive inheritance? X-linked recessive inheritance എന്ന് പറഞ്ഞാൽ ഒരു മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് X-linked ആണ്, അതായത് എക്സ് ക്രോമോസോമിലാണ് ആ പെർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ടാവുന്നത്, അതിന്റെ അലീൽ ഉണ്ടാവുന്നത്. റെസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ റെസസീവ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് അലീൽസും, ഒരു ജീനിന്റെ രണ്ട് അലീൽസും റെസസീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പെർട്ടിക്കുലർ ട്രീറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ഈ പെർട്ടിക്കുലർ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചോക്കാം. ഓൾ സൺസ് ഓഫ് എ നോർമൽ മദർ ഷുഡ് ഷോ ദ ട്രീറ്റ്. ഓൾ സൺസ് ഓഫ് എൻ ഇഫക്റ്റഡ് മദർ ഷുഡ് ഷോ ദ ട്രീറ്റ്. മെനി മോർ ഫീമെയിൽസ് ദാൻ മെയിൽസ് ഷുഡ് എക്സിബിറ്റ് ദ ട്രീറ്റ്. ഓൾ ഡോട്ടേഴ്സ് ഓഫ് എ നോർമൽ മദർ ഷുഡ് ഷോ ദ ട്രീറ്റ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ മോഡ് ഓഫ് ഇൻഹെറിറ്റൻസിന് പറഞ്ഞത്. ഓക്കെ, ഇനി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻഹെറിറ്റൻസ് എന്താണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം പേരന്റൽ ജനറേഷൻ, അതിൽ നിന്ന് വരുന്ന ചൈൽഡിന്റെ ജനറേഷനും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പേരന്റൽ ജനറേഷനിൽ നിന്ന് ഒരു മെയിൽ ചൈൽഡ് വരണം എന്നുണ്ടെങ്കിൽ എക്സ് ക്രോമോസോം മദറിന്റെ അടുത്തുനിന്ന്, വൈ ക്രോമോസോം ഫാദറിന്റെ അടുത്തുനിന്ന് വരണം. ഓക്കെ, അപ്പൊ ഒരു എക്സ് ലിങ്ക്ഡ് ഡിസീസിനെ പറ്റി അല്ലെങ്കിൽ എക്സ് ലിങ്ക്ഡ് എന്താ പറയാ ട്രേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് ഒരു മെയിൽ ചൈൽഡിന് വരാനുള്ള ആകെ ചാൻസ് മദറിൽ നിന്നാണ്. അപ്പൊ മദറിന് ആ പെർട്ടിക്കുലർ അലീൽ ഉണ്ടെങ്കിൽ മാത്രമേ സണ്ണിന് അത് കിട്ടുള്ളൂ. ഇനി ഫീമെയിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഫീമെയിൽ ചൈൽഡിന്റെ കേസ്, ഡോട്ടറിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എക്സ് കണ്ടീഷനാണ്. എക്സ് എക്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സ് മദറിന്റെ അടുത്തുനിന്നും ഒരു എക്സ് ഫാദറിന്റെ അടുത്തുനിന്നും വരുന്നത്. അപ്പം ഐദർ ഓഫ് ദി പേരൻസ് ക്യാൻ ഹാവ് ദി പെർട്ടിക്കുലർ അലീൽ. ഇനി ഫാദറിന്റെ അടുത്തുനിന്നും മദറിന്റെ അടുത്തുനിന്നും രണ്ടാളുടെ അടുത്തുനിന്നും ആ പെർട്ടിക്കുലർ അലീൽ വന്നാൽ മാത്രമേ ഫീമെയിൽ ചൈൽഡിൽ ആ ട്രേറ്റ് എക്സ്പ്രസ് ആവുള്ളൂ. കാരണം എക്സ് എക്സ് എന്ന് പറഞ്ഞ രണ്ട് എക്സ് ക്രോമോസോം ഉണ്ട്, അതിൽ ഒരു എക്സിന് അലീൽ ഉണ്ട്, ഒരു എക്സിന് അലീൽ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ഹെട്രോസൈഗസ് കണ്ടീഷനോ. അങ്ങനത്തെ കേസിൽ റെസസീവ് അലീൽസിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, റെസസീവ് ട്രേറ്റിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടും എന്തായിരിക്കണം, റെസസീവ് അലീലായിരിക്കണം ഫീമെയിൽസിന്റെ കേസിൽ. ഇനി മെയിൽസിന്റെ കേസിൽ ആകെ ഒരു എക്സ് ക്രോമോസോമേ ഉള്ളൂ. ആ ഒരു എക്സ് ക്രോമോസോമിന് റെസസീവ് അലീൽ ഉണ്ടെങ്കിൽ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നോർമൽ മദറിന്റെ എല്ലാ സണ്ണിനും എന്തുണ്ടാവും, ട്രേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടാവും. നോർമൽ മദർ എന്ന് പറയുമ്പോൾ ആ മദറിന്റെ എക്സ് എക്സിൽ രണ്ടിലും എന്തുണ്ടാവില്ല, ആ പെർട്ടിക്കുലർ ക്യാരക്ടറിനുള്ള അലീൽ ഉണ്ടാവില്ല. പക്ഷെ പറയുന്നത് ആ സണ്ണിന്, അതായത് ആ മദറിൽ നിന്ന് വരുന്ന എല്ലാ സൺസിനും ആ പെർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ടാവും എന്നാ. ഇല്ലല്ലോ, കാരണം മദറിന്റെ അടുത്ത് നിന്നാണ് എക്സ് കിട്ടുന്നത്. ആ എക്സിൽ എന്തില്ല, ഈ പെർട്ടിക്കുലർ ട്രേറ്റിന്റെ അലീൽ തന്നെ ഇല്ല. ഓക്കെ, റെസസീവ് അലീൽ ഇല്ല. അതുകൊണ്ട് എന്താണ്, ആ സൺസിന് എന്തുണ്ടാവില്ല, ആ പെർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ടാവില്ല. ഇനി ഒരു കാരിയർ കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ, മദർ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പകുതി സൺസിന് ഒരു 1:1 പ്രൊപ്പോർഷനിലായിരിക്കും എന്തുണ്ടാവുക, ആ ട്രേറ്റ് പ്രസന്റ് ആണോ ഇല്ലേ എന്നുള്ളത് പറയാം. ഇനി ഓൾ സൺസ് ഓഫ് എൻ ഇഫക്റ്റഡ് മദർ ഷുഡ് ഷോ ദ ട്രീറ്റ്. എഫക്റ്റഡ് മദർ എന്ന് പറയുമ്പോൾ ആ മദറിന്റെ രണ്ട് എക്സ് ക്രോമോസോമിലും ആ പെർട്ടിക്കുലർ അലീൽ ഉണ്ട്. വിച്ച് മീൻസ് ആ എക്സ് ക്രോമോസോമിൽ നിന്ന് ഏത് വന്നാലും സണ്ണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അതെന്താവും, ആ പെർട്ടിക്കുലർ ട്രേറ്റ് എക്സിബിറ്റ് ആവും. എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത ജനറേഷനിലുള്ള എല്ലാ സൺസിലും ആ പെർട്ടിക്കുലർ ട്രേറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ബാക്കി രണ്ടും തെറ്റാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. മെനി മോർ ഫീമെയിൽസ് ദാൻ മെയിൽസ് ഷുഡ് എക്സിബിറ്റ് ദ ട്രേറ്റ്. ഫീമെയിൽസിന് മെയിലിനെക്കാട്ടും കൂടുതൽ ട്രേറ്റ് എക്സിബിറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഈ പെർട്ടിക്കുലർ ട്രേറ്റ് വരണം എന്നുണ്ടെങ്കിൽ ബോത്ത് മദർ ആൻഡ് ഫാദർ ഷുഡ് ഹാവ് ദിസ് പെർട്ടിക്കുലർ അലീൽ. അങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഫീമെയിലിന് ഈ ട്രേറ്റ് എക്സിബിറ്റ് ചെയ്യുള്ളൂ. അപ്പം ഫീമെയിൽസിന് കൂടുതലായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു സിനേരിയോ, ബോത്ത് മദർ ആൻഡ് ഫാദർ ഹാവിംഗ് ദ സെയിം ട്രേറ്റ്, സെയിം അലീൽ ഇസ് നോട്ട് എ വെരി കോമൺ തിങ്. ഓക്കെ, അപ്പം മെയിൽസിനേക്കാൾ കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി ബോത്ത് വിൽ ഹാവ് ദി സെയിം ചാൻസ് ഓർ മെയിൽസ് മേ എക്സിബിറ്റ് മോർ ചാൻസ്. കാരണം മെയിൽസിന് ഒരു പേരന്റിൽ നിന്ന് മാത്രം വന്നാൽ മതി. ഓക്കെ, എന്തായാലും ഫീമെയിൽസിന് കൂടുതൽ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾ പെഡിഗ്രി എടുത്ത് നോക്കിയാൽ ഫീമെയിൽസിനാണ് കൂടുതൽ എക്സ്പ്രസ് ആവുക, അങ്ങനെ പറയാൻ പറ്റില്ല. ഓൾ ഡോട്ടേഴ്സ് ഓഫ് എ നോർമൽ മദർ ഷുഡ് ഷോ ദ ട്രേറ്റ്. ഇല്ല, നോർമൽ മദർ എന്ന് പറയുമ്പോൾ ആ അലീൽ വരുന്നില്ല ഡോട്ടറിലേക്ക്. ഓക്കെ, ഇനിയിപ്പോ ഹെട്രോസൈഗസ് ആണെങ്കിൽ പോലും അതും ഓൾ ഡോട്ടേഴ്സ് ആവില്ല, പകുതി ഡോട്ടേഴ്സിനെ അങ്ങനെ ഡിസീസ് വരുള്ളൂ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ട്രേറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഓൾ ഡോട്ടേഴ്സ് എന്നുള്ളതും സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താ, ഓൾ സൺസ് ഓഫ് എൻ എഫക്റ്റഡ് മദർ ഷുഡ് ഷോ ദ ട്രേറ്റ്. അത് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പെഡിഗ്രി ചാർട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാൻ പറ്റും.
ഓക്കെ. ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള മദർ കണ്ടിട്ട് ആ മദറിന്റെ എല്ലാ സൺസും എഫക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എന്ത് എക്സ്-ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, അതൊരു നമുക്ക് പെഡിഗ്രീന്ന് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ ബാർ ബോഡി? ബാർ ബോഡി എന്ന് പറയുന്നത് യൂഷ്വലി ഡോസേജ് കോമ്പൻസേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഡോസേജ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഫീമെയിൽസിന്റെയും മെയിൽസിന്റെയും കേസിൽ നോക്കിയാൽ എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമിനും തമ്മിൽ നല്ല സൈസ് ഡിഫറൻസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ജീൻസിന്റെ ഡിഫറൻസും ഉണ്ട്. എക്സിന് കുറച്ചും കൂടെ സൈസ് കൂടുതലാണ്, കുറച്ചും കൂടെ ജീൻസ് പ്രസന്റ് ആണ്. അപ്പൊ ഫീമെയിൽസിൽ 2 എക്സ് ക്രോമോസോം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിനേക്കാൾ കൂടുതൽ ക്രോമോസോംസ് ഇല്ലേ, സോറി ക്രോമോസോംസ് അല്ല, മെയിൽസിനേക്കാൾ കൂടുതൽ ജീൻസ് ഇല്ലേ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഇന്റൻസ് ആയിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, എക്സ് ക്രോമോസോംസിന്റെ കേസിൽ ഫീമെയിലിന് വരുമ്പോൾ 2 എക്സ് ക്രോമോസോം ഉണ്ടെങ്കിൽ പോലും അത് പിന്നീട് അതിൽ നിന്ന് ഒരു എക്സ് ക്രോമോസോം ഇനാക്റ്റീവ് ആയി മാറുന്നുണ്ട്. ഇനാക്റ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എക്സ് ക്രോമോസോമിൽ ഒരു എക്സ് ക്രോമോസോമിലുള്ള ജീൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അത് ഇറ്റ് കുഡ് ബി ഐദർ ഫ്രം ദി മെയിൽ പേരന്റ് ഓർ ഫ്രം ദ ഫീമെയിൽ പേരന്റ്. അതൊരു കംപ്ലീറ്റ് ബൈ ചാൻസ് സിറ്റുവേഷൻ ആണ്. അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഇല്ല. എന്തായാലും 2 എക്സ് ക്രോമോസോമിൽ ഒന്നിനെ മാത്രമേ എന്താവുന്നുള്ളൂ, എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന എക്സ് ക്രോമോസോമില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബാർ ബോഡി എന്ന് പറയാം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ബാർ ബോഡിനെ പറ്റി പറയുന്നത് ഏതാ എന്നാണ് ചോദ്യം. ഓക്കെ, ഹൈലി കണ്ടൻസ്ഡ് ക്രോമോസോം ആണോ? ഹൈലി കണ്ടൻസ്ഡ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കോയിൽ ചെയ്യാൻ, നല്ലോണം കണ്ടൻസ് ചെയ്യാന്നാണ്. കാരണം നമുക്കറിയാം ക്രോമോസോംസിന്റെ കണ്ടൻസേഷൻ വഴിയാണ്, സോറി ക്രോമാറ്റിന്റെ കണ്ടൻസേഷൻ വഴി ക്രോമോസോംസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ കണ്ടൻസേഷന്റെ അടിസ്ഥാനത്തിലാണ് ആ പെർട്ടിക്കുലർ ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹൈലി കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനൊന്നും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രോമോസോം ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഹൈലി കണ്ടൻസ്ഡ് എന്നുള്ളത് ശരിയാണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ബാക്കിയുള്ള ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് എക്സ് ക്രോമോസോം. ആക്റ്റീവ് ആണോ ബാർ ബോഡി? അല്ല, ഇനാക്റ്റീവ് ആണ്. അപ്പൊ അത് തെറ്റാം. ഇറ്റ് ഈസ് ഈക്വൽ ടു സിംഗിൾ വൈ ക്രോമോസോം ഓഫ് ദ മെയിൽ. സിംഗിൾ വൈ ക്രോമോസോം ഓഫ് ദ മെയിലിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ക്രോമോസോമിന്റെയും ഒരു വൈ ക്രോമോസോമിന്റെയും സൈസ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പം സൈസും നമ്പർ ഓഫ് ജീൻസും സെയിം ആണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈന് ഈക്വലന്റ് ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ വൈ ക്രോമോസോമും എക്സ് ക്രോമോസോമും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചെറുതാണ് എന്ത്, വൈ ക്രോമോസോം. അപ്പൊ അതിന് ഈക്വലന്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അടുത്തത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2 എക്സ് ക്രോമോസോംസ് ഓഫ് ദ ഫീമെയിൽ. 2 എക്സ് ക്രോമോസോം ഉണ്ടോ? ഇല്ല. ഒരു എക്സ് ക്രോമോസോമിനെ ഇനാക്ടിവേറ്റ് ചെയ്തതാണ് എന്ത്, ബാർ ബോഡി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ 1, ഇറ്റ് ഈസ് എ ഹൈലി കണ്ടൻസ്ഡ് ക്രോമോസോം. Yellow fever is caused due to human transmission by Aedes aegypti, Culex, Dermacentor andersoni, Mycobacterium tuberculosis. എന്താ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ യെല്ലോ ഫീവർ എന്ന് പറഞ്ഞ ഡിസീസിന്റെ വെക്ടർ ആരാന്നാണ് ചോദ്യം. യെല്ലോ ഫീവർ എന്ന് പറയുന്നത് ഒരു വൈറസ് കോസിംഗ് ഡിസീസ് ആണ്. അതിന്റെ വെക്ടർ ആയിട്ട് വരുന്നത് മൊസ്കിറ്റോ സ്പീഷീസ് ആയിട്ടുള്ള ഏഡിസ് ഈജിപ്തി ആണ് കേട്ടോ. ഏഡിസ് സ്പീഷീസ് ആണ്. ഏഡിസിൽ തന്നെ പല സബ് സ്പീഷീസും വരുന്നുണ്ട്. പക്ഷെ ഏഡിസ് ആണ് എന്ത് ചെയ്യുന്നത്, വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, adenoviruses are frequently used in gene delivery experiments. Their average genome size is 36,000 base pairs. Of their total DNA content, up to how much of adenovirus genome can be replaced by foreign DNA? Adenovirus എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വൈറസാണ്. അറിയുന്ന പേര് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ. ഓക്കെ, 36 കിലോ ബേസ് പെയർ ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ സൈസുള്ള ഈ അഡിനോ വൈറസിന്റെ ചില ജീൻസിനെയും ചില ബേസ് പേഴ്സിനെയും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സെറ്റ് ഓഫ് ജീൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിനാണ് എന്ത് പറയാ, ജീൻ ഡെലിവറി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ജീനിനെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ പെർട്ടിക്കുലർ സെല്ലിലേക്ക് ഡെലിവറി. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 36,000 ബേസ് പെയർസിൽ മാക്സിമം നമുക്ക് റിമൂവ് ചെയ്ത് ഫോറിൻ DNA ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം ബേസ് പെയർസ് ആണ് എന്നാണ്. ഓക്കെ, അപ്പൊ അഡിനോ വൈറസ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടും കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു വെക്ടർ ആണ്, ഒരു ജീൻ ഡെലിവറി മെഷീൻ ആണ് അല്ലെങ്കിൽ വെക്ടർ ആണ്. ഓക്കെ, അപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. മാത്രമല്ല അവർക്ക് ഹൈ കണ്ടന്റ് ഓഫ് ഫോറിൻ DNA എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 36,000 ഓൾമോസ്റ്റ് 30,000 വരെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ, 49 is 4. Option 4. The lymphoid stem cells in bone marrow form A. Natural killer cells, B. Platelets, C. B. Lymphocytes, D. Neutrophils.
ഓക്കെ. ലിംഫോയിഡ് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റെം സെൽ ഒറിജിൻ നോക്കിയാൽ ലിംഫോയിഡ് സ്റ്റെം സെൽസ് ഉണ്ട്, മൈലോയിഡ് സ്റ്റെം സെൽസ് ഉണ്ട്. ഇങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഫോർമേഷൻ ഉള്ളത്. ഇതിൽ തന്നിരിക്കുന്നതിൽ ലിംഫോയിഡിൽ നിന്ന് വരുന്നത് ഏതൊക്കെ സെൽസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ. അങ്ങനെ വരുന്നത് നാച്ചുറൽ കില്ലർ സെൽസും ബി ലിംഫോസൈറ്റ്സും ആണ്. ഓക്കെ. എ ആൻഡ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കി പ്ലേറ്റ്ലെറ്റ്സും ന്യൂട്രോഫിൽസും അതുപോലെ തന്നെ വേറെ കുറേ സെൽസ് ഇല്ലേ, മാസ് സെൽസ്, ഡെൻഡ്രിറ്റിക് സെൽസ്, അങ്ങനെ കുറെ ഇല്ലേ, ഇതെല്ലാം വരുന്നത് എസിനോഫിൽസ്, ബേസോഫിൽസ്, ഇതൊക്കെ എന്തിലാ വരുന്നത്, മൈലോയിഡ് സ്റ്റെം സെൽസിലാണ് വരുന്നത്. ഓക്കെ. ലിംഫോയിഡിൽ വരുന്ന മേജർ ആണ് നാച്ചുറൽ കില്ലർ സെൽസും ബി ലിംഫോസൈറ്റ്സും. അപ്പൊ ഇവിടുത്തെ ആൻസർ 2, എ ആൻഡ് സി. What is the function of DNA gyrase in circular DNA? Negative supercoiling, positive supercoiling, DNA packaging, DNA degradation. DNA gyrase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് ടോപ്പോ ഐസോമറേസ് ആണ്. ഓക്കെ. ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത് സൂപ്പർ കോയിലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്. ഓക്കെ. അപ്പൊ സർക്കുലർ DNA കേസിൽ DNA ഗൈറേസ് വരുന്നത് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആണ്. ഓക്കെ. സൂപ്പർ കോയിലിംഗ് തന്നെ നെഗറ്റീവ്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കോയിലിംഗ് ആണ് എന്ത് വരുന്നത്, DNA ഗൈറേസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ. Which one of the recombinant DNA technique is almost obsolete? Long DNA synthesis, DNA sequencing, polymerase chain reaction, cDNA cloning. ഓൾമോസ്റ്റ് ഓബ്സൊലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടെക്നീക്ക്. അതായത് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളെ DNA ഓൾട്ടർ ചെയ്യാനും DNA യൂട്ടിലൈസ് ചെയ്യാനും അങ്ങനെ പല രീതിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് അല്ലെ. അപ്പം അതിൽ ഏകദേശം എല്ലാ എക്സ്പെരിമെന്റ്സിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടെക്നീക്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒഴിവാക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് PCR ആണ്. PCR എന്ന് പറയുന്നത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ഫംഗ്ഷൻ എന്താ, ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മേജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, തന്നിരിക്കുന്ന DNA സാമ്പിൾ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് സാമ്പിളിനെ ആംപ്ലിഫൈ ചെയ്യുക, അതിന്റെ അമൗണ്ട് കൂട്ടുക, അതാണ് PCR മേജർ ഫംഗ്ഷൻ. അപ്പൊ ഏതൊരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും RDNA എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റലി എന്തെങ്കിലും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുക, ഓൾട്ടർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഇനിയും പ്രോഡക്ട്സ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം സാധനത്തിനടുത്ത് PCR ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ RDNA ടെക്നോളജിന്റെ എന്ത് തന്നെ ആണെങ്കിൽ പോലും, എന്ത് ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ് ആണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് എന്ത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 3 PCR. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ടെക്നീക്സ് ആണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്, ഈസ്റ്റ് 2 ഹൈബ്രിഡ് സിസ്റ്റം. ലിസ്റ്റ് 2 DNA ഐഡന്റിഫിക്കേഷൻ, പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ, പ്രോട്ടീൻ ഇന്ററാക്ഷൻ, RNA ഐഡന്റിഫിക്കേഷൻ. അപ്പോ ഇതില് ബ്ലോട്ടിംഗ് ടെക്നീക്സ് നിങ്ങൾക്ക് അറിയാം, വെസ്റ്റേൺ, സദേൺ, നോർത്തേൺ അല്ലെ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് വെസ്റ്റേൺ, സൗത്തേൺ, നോർത്തേൺ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോട്ടീൻ ആണോ DNA ആണോ RNA ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ചെറിയ ഇത് ഹിന്റ് എങ്ങനെയാന്ന് വെച്ചാൽ, സ്നോ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡ്സ് ഓർത്ത് വെക്കുക. സ്നോ, SNOWDROP. ഓക്കെ. അത് 2 മുകളിലും താഴെയാക്കി എഴുതി കഴിഞ്ഞാൽ അതിന്റെ നേരെ അലൈൻ ചെയ്യുന്ന ലെറ്റേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. സ്നോന്റെ ഫസ്റ്റത്തെ ലെറ്റർ S, ഡ്രോപ്പിൻ്റെത് D. ഇപ്പം സദേൺ ബ്ലോട്ടിങ്ങിൻ്റെത് DNA ഐഡന്റിഫിക്കേഷൻ, N. നോർത്തേൺ ഡ്രോപ്പിങ്ങിന്റെ N-ഉം ഡ്രോപ്പിലെ R-ഉം. നോർത്തേൺ ബ്ലോട്ടിംഗ് അപ്പൊ എന്താ വരിക, RNA ഐഡന്റിഫിക്കേഷൻ. 2 വേർഡ്സിലും O കോമൺ ആണ്, അത് നോക്കണ്ട. ലാസ്റ്റത്തത് സ്നോയിന്റെ ലാസ്റ്റ് W, ഡ്രോപ്പിന്റെ ലാസ്റ്റ് P. അപ്പം വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇസ് ഫോർ പ്രോട്ടീൻ ഐഡന്റിഫിക്കേഷൻ. മനസ്സിലായോ? SNOWDROP. ഇത് 2 നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ടെക്നീക്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവില്ല. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഈ ആൻസർ നോക്കാം. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് അപ്പൊ എന്താ വരിക, A will come as 2. Southern blotting is DNA identification. B should come as 1. C should come as 4. RNA identification. Yeast 2 hybrid system എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? ഓക്കെ. ബ്ലോട്ടിംഗ് ടെക്നിക്സ് പൊതുവെ നിങ്ങൾ എക്സ്പെരിമെന്റലി അധികം യൂസ് ചെയ്തിട്ട് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ടേംസ് വെച്ച് ഓർത്ത് വെച്ചു എന്ന് പറഞ്ഞത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The histone that links two histone octamers is. Histone octamers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ. ഒക്ടാമർ എന്ന് പറയുമ്പോൾ 8 സബ് യൂണിറ്റ്സ് ഉണ്ടാവുന്ന പ്രോട്ടീൻ ആണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്.
അതില് H2A, H2B, H3, H4 ഈ 4 എന്തായിട്ട് 1, 2, 3, 4 എന്നുള്ള രീതിക്ക് 4 ഇതേ പെയർ ഇതേ സെറ്റ് ഓഫ് 4 ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ ആവുമ്പോ എന്താ H2A 2 ഉണ്ടാവും, H2B 2 ഉണ്ടാവും, H3 2 ഉണ്ടാവും, H4 2 ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്ത് ഒക്ടാമർ. ഇനി ഹിസ്റ്റോൺ ഒക്ടോമസ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂക്ലിയോസോമും ക്രോമാറ്റിനും ഒക്കെ പറയുമ്പോൾ പറയുന്നതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. DNA അതിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കോയിൽ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഹിസ്റ്റോൺ ഒക്ടോമറിൽ കോയിൽ ചെയ്യും. അത് കോയിൽ ചെയ്ത് പുറത്തേക്ക് വന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അടുത്ത ഹിസ്റ്റോണിലേക്ക് ഇത് എന്ത് ചെയ്യും, കോയിൽ ചെയ്യും. ഓക്കെ, ഇനി ഈ പറഞ്ഞ DNA കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DNA ടൈറ്റ് ആയിട്ട് ആ കോയിലിംഗ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു സബ് യൂണിറ്റും കൂടെ. അതിന് നമ്മൾ H1 എന്നാ പറയാം. ഓക്കെ, ഇതും എന്ത് പ്രോട്ടീൻ ആ ഹിസ്റ്റോൺ തന്നെയാണ്. ഓക്കെ, അതിന്റെ ഒരു സബ് യൂണിറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് H1 ആണ്. അപ്പം രണ്ട് ഹിസ്റ്റോൺ ഒക്ടാമേഴ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഹിസ്റ്റോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ H1 ആണ് പറയാം. ക്ലിയർ ആണോ? ഓപ്ഷൻസ് നോക്കിയേ, H1, H4, H2A, H2B. ഇതിൽ H1 ആണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടോമറിനെ ചുറ്റും DNA കോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ടൈറ്റ് ആക്കി ഫിറ്റ് ചെയ്യുകയും രണ്ട് ഹിസ്റ്റോൺ ഒക്ടോമേഴ്സിനെ തമ്മിൽ ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. tRNA is synthesized by RNA polymerase 1, RNA polymerase 2, RNA polymerase 3, ribosomes. Ribosomes, RNA polymerase 3. RNA polymerase എന്ന് പറയുന്നത് RNA synthesizing enzyme ആണ്. അതിൽ 1, 2, 3 എന്നൊക്കെ പറയുന്നത് സബ് ടൈപ്സ് ആണ്. ഓക്കെ, അപ്പം tRNA എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് RNA ആണ്. tRNA എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എവിടെയാ, ട്രാൻസ്ലേഷനിലാണ് അല്ലെ. ഇങ്ങനെ ഒരു ഫ്ലോവർ ലീഫ് സ്ട്രക്ചർ ഒക്കെ ഉള്ളതാണ് tRNA. tRNA സിന്തസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, റൈബോസോംസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല, പോളിമറൈസിന്റെ ടൈപ്പ് ആണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, RNA പോളിമറൈസ് 1 rRNA, RNA പോളിമറൈസ് 2 mRNA, RNA പോളിമറൈസ് 3 tRNA. ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കാം. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് RNA പോളിമറൈസ് 3 ആണ്. 1 വരുന്നത് ആരാണ്, rRNA, RNA പോളിമറൈസ് 2 വരുന്നത് mRNA, RNA പോളിമറൈസ് 3 വരുന്നതാണ് എന്ത്, tRNA. ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. ബാക്കി അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.